നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം, ലക്ഷക്കണക്കിന് കാണികൾ, ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ടുകൾ. ഇന്ത്യ ഒരിക്കൽ കൂടി ലോകത്തിന്റെ നെറുകയിലെത്തിയിരിക്കുന്നു. 2026 T20 ലോകകപ്പ് കിരീടമുയർത്തി സൂര്യകുമാറും സംഘവും നിൽക്കുമ്പോൾ അവിടെ നടന്ന ഒരു നിമിഷം, അതൊരുപക്ഷേ ഈ കിരീടത്തേക്കാൾ വലിയൊരു ചരിത്രമായി മാറിക്കഴിഞ്ഞു. വിജയാഘോഷങ്ങൾക്കിടയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ആ കാഴ്ച, സഞ്ജു സാംസൺ എന്ന മലയാളി താരം സാക്ഷാൽ മഹേന്ദ്രസിംഗ് ധോണിയുടെ പാദങ്ങളിൽ പ്രണമിച്ച അനുഗ്രഹം വാങ്ങുന്ന ആ നിമിഷം. എന്തുകൊണ്ടാണ് സഞ്ജു അങ്ങനെ ചെയ്തത്? വികാരാധീനനായ ധോണി സഞ്ജുവിനോട് പറഞ്ഞ ആ രഹസ്യമെന്താണ്? സഞ്ജുവിനെക്കുറിച്ച് ധോണി നടത്തിയ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. വീഡിയോ മുഴുവനായി കാണുക. സഞ്ജു ആരാധകർക്ക് ഇതൊരു വിരുന്നായിരിക്കും. മത്സരം അവസാനിക്കുന്നു. ഇന്ത്യ കിവീസിനെ തകർത്ത് ചാമ്പ്യന്മാരാകുന്നു. സ്റ്റേഡിയം മുഴുവൻ ഇന്ത്യ വിളികളാൽ മുഖരിതമാണ്. എല്ലാവരും ട്രോഫിക്കും മെഡലിനും പിന്നാലെ ഓടുമ്പോൾ സഞ്ജു സാംസൺ തിരഞ്ഞത് മറ്റൊരാളെയായിരുന്നു. തന്റെ കരിയറിലെ ഏറ്റവും മോശം സമയങ്ങളിൽ ലോകം മുഴുവൻ തന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ നിശബ്ദനായി കൂടെ നിന്ന തന്റെ വഴികാട്ടിയെ, ക്യാപ്റ്റൻ കൂൾ MS ധോണിയെ. VIP സ്റ്റാൻഡിലിരുന്ന ധോണിയെ കണ്ടതും സഞ്ജു ഓടിയെത്തി. ധോണി താഴേക്കിറങ്ങി വന്ന ആ നിമിഷം ഒട്ടും ആലോചിക്കാതെ സഞ്ജു അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ തൊട്ടുവന്ദിച്ചു. 89 റൺസിന്റെ വിസ്മയ ഇന്നിംഗ്സ് കളിച്ച് ടീമിനെ ജയിപ്പിച്ച ഒരു താരം തന്റെ ഗുരുവിനു മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വിനയാൻവിതനായി നിൽക്കുന്ന കാഴ്ച കണ്ടുനിന്നവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ഇത് വെറുമൊരു ബഹുമാനമല്ല സുഹൃത്തുക്കളെ, ഇത് ഭാരതീയ സംസ്കാരത്തിന്റെ അടയാളമാണ്. സഞ്ജുവിനെ വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്തുപിടിച്ച ധോണിയുടെ മുഖത്ത് ഒരു പിതാവിന്റെ അഭിമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് മാധ്യമങ്ങൾ ഈ നിമിഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ധോണി പറഞ്ഞ വാക്കുകൾ ഓരോ സഞ്ജു ആരാധകനും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടവയാണ്. ധോണി പറഞ്ഞതിങ്ങനെയായിരുന്നു: റെക്കോർഡുകൾ വരും പോകും, ട്രോഫികൾ അലമാരയിൽ വെക്കാനുള്ളതാണ്. എന്നാൽ ഇന്ന് സഞ്ജു കാണിച്ച ഈ വിനയം, അതാണെന്നെ ഞെട്ടിച്ചത്. എന്റെ വർഷങ്ങളായുള്ള ക്രിക്കറ്റ് തപസ് സഫലമായതുപോലെ എനിക്ക് തോന്നി. സഞ്ജു തന്റെ സംസ്കാരം കൊണ്ടിന്നെന്റെ ഹൃദയം കീഴടക്കി. ധോണിയുടെ ഈ വാക്കുകൾ കേട്ടാലറിയാം അദ്ദേഹം സഞ്ജുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്ന്. ധോണി തന്റെ സംസാരത്തിൽ സഞ്ജു നേരിട്ട വലിയ അവഗണനകളെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ടും നിരന്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയും സഞ്ജു അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ ചെറുതല്ല. മറ്റൊരു കളിക്കാരനായിരുന്നെങ്കിൽ ഒരുപക്ഷെ തകർന്നുപോയേനെ. പക്ഷേ സഞ്ജു നിശബ്ദനായി കഠിനാധ്വാനം ചെയ്തു. അദ്ദേഹം ആരോടും പരാതി പറഞ്ഞില്ല, ആരെയും കുറ്റപ്പെടുത്തിയില്ല. പകരം കളിയിലൂടെ മറുപടി നൽകാൻ കാത്തിരുന്നു. ലോകകപ്പ് ഫൈനൽ പോലൊരു വലിയ വേദിയിൽ സമ്മർദ്ദഘട്ടത്തിൽ 89 റൺസ് അടിച്ചുകൂട്ടി അദ്ദേഹം തെളിയിച്ചു താൻ ആരാണെന്ന്. ധോണി പറഞ്ഞതുപോലെ സഞ്ജുവിന്റെ കണ്ണുകളിൽ ധോണിയുടെ തന്നെ യുവത്വത്തിന്റെ നിഴലുണ്ട്. ആ ഭയമില്ലാത്ത ബാറ്റിംഗും വിക്കറ്റിനു പിന്നിലെ പുലിയെപ്പോലെയുള്ള നീക്കങ്ങളും ധോണിയെ ഓർമ്മിപ്പിക്കുന്നു. ക്രിക്കറ്റ് ലോകം എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: